പുതുമഴയുടെ ശബ്ദം കേൾക്കുന്നു. മഴ പെയ്യുന്നു. കടുത്ത ചൂട് കാരണം ഉണങ്ങി വരണ്ടിരിക്കുന്നതും ചൂടൂരു വന്ന ദേഹവുമായി പുതുമഴയൊന്ന് നനഞ്ഞാലോ. പണ്ട് പറയുമായിരുന്നു, പുതുമഴ നനഞ്ഞാൽ ചൂടൂരു ശമിക്കുമെന്ന്. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കിടന്നതാണ്. നിറങ്ങി നനഞ്ഞാലോ? ഓ വേണ്ട. എപ്പോഴാണ്, എങ്ങനെയാണ്, മഴ ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ല. ആ മഴ ഇടിയോടുകൂടി വരുന്ന മഴ, കാറ്റും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആസിഡ് മഴയാകാം, രക്തമഴയാകാം, മീൻമഴയാകാം. ഇങ്ങനെ പല മഴകളും ആകാം. പാൽമഴയും പെയ്യാം. പാലാഴിയിൽ നിന്ന് വരുന്ന മഴയെന്ന് പറയാം. അതിനുള്ള കാരണം എന്താണ്? ആസിഡ് മഴ എങ്ങനെ ഉണ്ടാവുന്നു? ഫാക്ടറികളും അങ്ങനെയുള്ള വസ്തുക്കളിൽ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിച്ച് അത് പുകക്കുഴലിലൂടെയും മറ്റും പുറത്തേക്ക് തള്ളും. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന അത്തരം കെമിക്കലുകൾ ജലവുമായി ചേർന്ന്, മേഘം തണുത്ത് എന്ന ജലവുമായി ചേർന്ന് ആസിഡായി നമ്മുടെ ദേഹത്ത് വീണാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ആ മഴ നനയണ്ട. പണ്ട് രക്തമഴ വരുന്നു എന്ന് പറയും. യുദ്ധം ഒക്കെ രക്തമഴ പെയ്തു, ദുർനിമിത്തമാണ് എന്ന് പറയുന്നു. ആ രക്തമഴ പെയ്താൽ അതിന് കാരണം അന്തരീക്ഷത്തിൽ റെഡ് ഓക്സൈഡ് പോലുള്ള പല പല പൊടികൾ ഫാക്ടറികളും കെമിക്കൽ ഫാക്ടറികളെല്ലാം പുറന്തള്ളും. അവ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അവയും ചുമന്ന മഴയായിട്ട് വരില്ല. വെള്ള കെമിക്കലുകളാണ് കക്കായോ കുമ്മായോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വെളുത്ത കളറുള്ള പൊടിയാണ് അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് ജലവുമായി ചേർന്ന് താഴേക്ക് വരുമ്പോൾ പാൽമഴ പെയ്തു എന്ന് ആൾക്കാർ പറയും. പിന്നെയുള്ളത് മീൻമഴയാണ്. കോളടിച്ചു എന്ന്. എങ്ങനെയാണ് മീൻമഴ വരുന്നത്? മലമുകളിൽ, വലിയ വലിയ മലമുകളിൽ ചിറകളും വെള്ളക്കെട്ടുകളും ജലാശയങ്ങളും ഒക്കെ ധാരാളം കാണും. പ്രകൃതി ഒരുക്കുന്ന വിസ്മയങ്ങളാണവ. അവയിൽ ധാരാളം മീനുകളും ഉണ്ടാവാം. ശക്തമായ ചുഴലിക്കൊടുങ്കാറ്റടിക്കുമ്പം ആ മീനുകൾ കാറ്റിൽപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും കാറ്റിൻ്റെ ഗതിവേഗം അനുസരിച്ച് ആ മീനുകൾ മറ്റും താഴ്വാരങ്ങളിലേക്കൊക്കെ ഓരോ സ്ഥലത്തും ചെന്ന് പതിക്കും. അപ്പോൾ ആൾക്കാർ പറയും മീൻമഴ പെയ്തെന്ന്. ഏതായാലും മഴ നനയണ്ട.